കൈത്തണ്ടയുടെ ഭാഗത്ത് ഒരു പാടയുണ്ട്, ഒരു ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്ന് പറഞ്ഞ പാടയുണ്ട്. അതിൻ്റെയും എല്ലുകളുടെയും ഇടയിൽ ഈ ഞരമ്പ് കുടുങ്ങുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അതിന് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കാറുണ്ട്. നമ്മളുടെ പരിശോധനകൾക്കപ്പുറം ചിലപ്പോൾ അവിടെ പരിക്കുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ എക്സ്റേ, ചില രക്തപരിശോധനകൾ, വാദത്തിൻ്റെയും തൈറോയിഡിൻ്റെയും ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ആയിട്ട് വരും. അതോടൊപ്പം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നുള്ള ഈ ഞരമ്പിൻ്റെ സംവേദനക്ഷമതയെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു സ്റ്റഡി നടത്താറുണ്ട്. അതിനപ്പുറം പിന്നെ ചികിത്സ എന്ന് പറയുന്നത് ഈ ഞരമ്പിന് കൂടുതൽ സമ്മർദ്ദം വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്പ്ലിൻ്റ് ഇതിങ്ങനെ കെട്ടിവെക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, റെസ്റ്റ് ചെയ്യുക, മറ്റു മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലൊന്നും ഇത് ഫലപ്രദമാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഞരമ്പിൻ്റെ മുകളിൽ ഇതിനെ അമർത്തുന്ന ആ പാട വെടിയിച്ച് ഞരമ്പിനെ സ്വതന്ത്രമാക്കുക എന്നുള്ള ഒരു സർജറിയും ചില കേസുകളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.